Good morning, all. Good morning, Miss. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Good morning. Good Okay. Okay, ma'am. Dear Lord, thank you for this new day and this new chance to learn. As this class began, I ask for your presence and guidance. Help me to focus, to listen well, and to do my best. Bless my teacher with wisdom and my classmates with kindness. Let this be a class filled with peace, patience, and understanding. Thank you for every opportunity to grow. Amen. തോട്ട് ഞാനാണ് മിസ്സേ. പറഞ്ഞോടാ. Every day is a new chance to learn, grow, and become better. Signing പറയട്ടെ ma'am. പറഞ്ഞോടാ. Good morning to everyone. A warm welcome to dear Aparna Miss and my friends to the online class that learn well together. Thank you. മാം ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. ഏതാടാ? ഷൂലേസ് ഫ്രെയിമും ബട്ടണിങ് ഫ്രെയിമും. ബട്ടണിങ് ഫ്രെയിം കിട്ടിയില്ല. ഞാൻ ബുക്ക് സ്റ്റാളിലെല്ലാം ചോദിച്ചായിരുന്നു. അത് മാമിന് എവിടുന്നാ കിട്ടിയേ? ബട്ടണിങ് ഫ്രെയിം ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞായിരുന്നു. ഇന്ന് ഷൂലേസ് മാത്രമേ പറഞ്ഞോളൂ. ചെയ്യാനാ പറഞ്ഞോളൂ, ബാക്കി മിസ് പറഞ്ഞിട്ട് ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. അല്ല മാം പറഞ്ഞായിരുന്നു ബട്ടണിങ് ഫ്രെയിമും ഷൂ ഫ്രെയിമും ചെയ്യണോന്ന് പറഞ്ഞായിരുന്നു. ഷൂലേസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. ആ ഞാൻ ആദ്യം ഷൂലേസ് ആണ് സാധാരണ പറയാറ്. ഞാൻ പറഞ്ഞുതരാം ഐശ്വര്യ. ബട്ടണിങ് ഫ്രെയിം എങ്ങനെ ചെയ്യണമെന്നുള്ളത്. നമ്മള് ഏത് പോർഷനാണ് എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാമോ? നീഡ്സ് കഴിഞ്ഞോ? ഇനി അഫക്ഷൻ. സെമിനാർ എടുത്തോ നമ്മള്? ഇല്ല. സെമിനാർ തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പോർഷൻ? തന്നിട്ടുണ്ട്. മറ്റേ ഇമോഷൻസ് തന്നിട്ടുണ്ട്. സേതു ഉണ്ടോ? ആണോ? ഓക്കെ. അശ്വതി, ഐശ്വര്യ, ജോസ്മി, പിന്നെ ഹാപ്പിനെസ്, അശ്വതീസ്, നയന. ഓക്കെ. പ്രിപ്പയർഡ് ആണോ സെമിനാറിന്? ഒക്കെയാണോ? അത് പേരൊക്കെ ആണെങ്കിൽ നമുക്കത് ഒന്ന് ഓർഡറിൽ വിളിക്കാം കേട്ടോ. ഉള്ള കുട്ടികളൊന്ന് പേരയക്കുകയാണെങ്കിലേ. ജോസ്മിയുടെ സെമിനാർ ടോപ്പിക് ആങ്കർ ആണല്ലോ. നമുക്ക് വേഗം ദേഷ്യത്തെ കുറിച്ചൊന്ന് നോക്കാം അല്ലേ? മിസ്സേ, ഞാൻ വേഗം ഒന്ന് പറഞ്ഞോട്ടെ. എനിക്ക് വയ്യ, പനിയാ, അപ്പൊ കിടക്കുമായിരുന്നു. വേഗം ഒന്ന് പറഞ്ഞോട്ടെ. വേഗം പറഞ്ഞോടാ. ഓക്കെ, പറയണ ഓക്കെ ആണെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. കുഴപ്പമില്ല മാം, ഞാനിത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയില്, അപ്പൊ പറയാന്ന് കരുതി. മനസ്സിലാവും. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് മാം. ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം ദേഷ്യത്തെ കുറിച്ചാണ്. മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു വികാരമാണ് ദേഷ്യം. സന്തോഷം, സങ്കടം, ഭയം എന്നിവ പോലെ തന്നെ ദേഷ്യവും ഒരു സാധാരണ വികാരമാണ്. എന്നാൽ ദേഷ്യം നിയന്ത്രിക്കാതെ പോകുമ്പോൾ അത് വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തെയും സാമൂഹിക ബന്ധങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. എന്താണ് ദേഷ്യം? നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാതിരിക്കുമ്പോഴോ അനീതി സംഭവിക്കുമ്പോഴോ അപമാനിക്കപ്പെടുമ്പോഴോ ഉണ്ടാകുന്ന ശക്തമായ പ്രതികരണമാണ് ദേഷ്യം. ഇത് ചെറിയ അസ്വസ്ഥത മുതൽ കടുത്ത കോപം വരെ പല തലങ്ങളിൽ പ്രകടമാകാം. ദേഷ്യത്തിന്റെ കാരണങ്ങൾ: 1. നിരാശയും പരാജയവും. 2. അമിതമായ മാനസിക സമ്മർദ്ദം. 3. കുടുംബ സാമൂഹിക പ്രശ്നങ്ങൾ. 4. തെറ്റിദ്ധാരണകളും ആശയവിനിമയക്കുറവും. 5. അനീതി അല്ലെങ്കിൽ അപമാനം അനുഭവപ്പെടുക. 6. ശാരീരിക ക്ഷീണവും ഉറക്കക്കുറവും. ദേഷ്യത്തിന്റെ ഫലങ്ങൾ: വ്യക്തിപരമായ ഫലങ്ങൾ: മാനസിക അസ്വസ്ഥത, രക്തസമ്മർദ്ദം വർദ്ധിക്കൽ, ഏകാഗ്രത കുറയുക,
ആരോഗ്യ പ്രശ്നങ്ങൾ, സാമൂഹിക ഫലങ്ങൾ, കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ, സൗഹൃദങ്ങൾ നഷ്ടപ്പെടുക, ജോലി സ്ഥലത്തും പഠന സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാവുക, ദേഷ്യം നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ, ആഴത്തിൽ ശ്വസിക്കുക, സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക, പ്രശ്നങ്ങളെ ശാന്തമായി വിലയിരുത്തുക, വ്യായാമവും ധ്യാനവും ചെയ്യുക, വിശ്വാസനീയരായ ആളുകളുമായി വികാരങ്ങൾ പങ്കുവയ്ക്കുക, ക്ഷമയും സഹിഷ്ണുതയും വളർത്തുക. വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ദേഷ്യത്തിന്റെ സ്വാധീനം. കോളേജ് വിദ്യാർത്ഥികളിൽ പഠന സമ്മർദ്ദം, മത്സരബോധം, വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ എന്നിവ കാരണം ദേഷ്യം കൂടുതലായി കാണാം. ഇത് പഠന ഫലത്തെയും വ്യക്തിത്വ വികാസത്തെയും ബാധിക്കാം. അതിനുള്ള വികാരങ്ങളെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ദേഷ്യം ഒരു സ്വാഭാവിക വികാരമാണെങ്കിലും അത് നിയന്ത്രണത്തിലാക്കാൻ പഠിക്കേണ്ടത് അനിവാര്യമാണ്. നിയന്ത്രിതമായ ദേഷ്യം വ്യക്തിത്വ വികസനത്തെയും ആരോഗ്യകരമായ ബന്ധങ്ങൾ നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. അതിനാൽ ദേഷ്യത്തെ അടിച്ചമർത്തുകയല്ല, മറിച്ച് ശരിയായ രീതിയിൽ നിയന്ത്രിക്കുകയാണ് വേണ്ടത്. താങ്ക് യു മാം. ഞാൻ ലീവ് ആയിക്കോട്ടെ, എനിക്ക് തീരെ പറ്റുന്നില്ല, കിടക്കായിരുന്നു. അയ്യോ, എടുക്കണ്ടായിരുന്നല്ലേടാ അങ്ങനെയെങ്കില്. ഓക്കെ, ലീവ് ആയിക്കോട്ടോ. താങ്ക് യു മാം. ടേക്ക് റെസ്റ്റ് കേട്ടോ. ഓക്കെ, നയന ഓക്കെ അല്ലേ? അതെ മാം. പ്രശ്നം ചെയ്തോടാ. ഗുഡ് മോർണിംഗ് ഓൾ. മാം, എന്റെ വോയിസ് ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. സ്റ്റാർട്ട് ചെയ്തോട്ടോ. ഗുഡ് മോർണിംഗ് ഓൾ. എന്റെ സബ്ജക്ട് എന്ന് പറയുന്നത് സാഡ്നെസ്, സങ്കടം അല്ലെങ്കിൽ വിഷമം. ഒരു മനുഷ്യനെ നമുക്ക് സങ്കടം അല്ലെങ്കിൽ വിഷമം പല രീതിയിൽ ബാധിക്കാറുണ്ട്. ദുഃഖം എന്നത് ഒരു നോക്കുവാണെങ്കിൽ നമുക്കത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ഈ ഒരു വികാരം ഇല്ലാത്ത ഒരു മനുഷ്യൻ പോലും ഈ ലോകത്തില്ല. എല്ലാ മനുഷ്യരിലും സങ്കടം ഉണ്ട്. അതൊരു ഹാപ്പി എന്ന പോലെ സാഡ്നെസ്സും ഒരു മനുഷ്യന്റെ നിത്യജീവിതത്തിൽ ഉള്ള ഒരു സംഭവം തന്നെയാണ്. മാക്സിമം നമുക്ക് സാഡ്നെസ് വരുന്നതെന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നഷ്ടം നമുക്ക് വരുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി സാഡ്നെസ് എന്നൊരു വികാരത്തിലേക്ക് നമ്മൾ വീഴുന്നത്. ഇത് നമ്മളെ പ്രയാസകരമായ സാഹചര്യങ്ങളോടുള്ള തികച്ചും സ്വാഭാവികമായ ഒരു പ്രതികരണം മാത്രമാണിത്. ഇത് ഒരിക്കലും ഒരു രോഗാവസ്ഥ അങ്ങനെ ഒന്നുമല്ല. ഇത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അത് നമ്മെ പൊരുത്തപ്പെടാനും ദുഃഖം കൈകാര്യം ചെയ്യാനും മറ്റുള്ളവരിൽ നിന്ന് ആശ്വാസത്തിന് അല്ലെങ്കിൽ പിന്തുണയ്ക്ക് വേണ്ടിയുള്ള ഒരു ആവശ്യകതയെ സൂചിപ്പിക്കുകയാണ്. നമ്മളിപ്പോ എല്ലാവർക്കും അറിയാം, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം മറ്റൊരാളുടെ ഒരു ഹെൽപ്പ് നമ്മൾ ആ സമയത്ത് പ്രതീക്ഷിക്കും. നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഈ ഒരു സാഡ്നെസ് എന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഉറപ്പായും നമുക്കൊരു ഒരു പിടിച്ചു നിൽക്കാനുള്ള ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിക്കും. അത് എല്ലാ വ്യക്തികളിലുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു തന്നെയാണ്. നമ്മൾ ഒരിക്കലും സാഡ്നെസ് നമ്മൾ ചിലര് ആ ഒരു സങ്കടകരമായ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷെ ചിലർക്ക് അത് സാധിക്കില്ല. അവർ മറ്റൊരാളെ ആശ്രയിക്കും മാക്സിമം അതിൽ നിന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടിയിട്ട്. ഈ ഒരു സാഡ്നെസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ നമ്മളെ ഫിസിക്കലായിട്ടും മെന്റലിയും നമ്മളെ അഫക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫിസിക്കലി എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ എല്ലാവർക്കും ഉള്ള കാര്യമാണ്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സങ്കടം വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൗണ്ട് ഇടറി പോകാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ത്രോട്ടിൽ എന്തോന്ന് ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്ന പോലെ എന്തോ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകാറുണ്ട്. അത് വലിയ രീതിയിലുള്ള ഒരു സങ്കടകരമായ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് കൂടുതലും ആൾക്കാർക്ക് ഇത് ഫീൽ ചെയ്യുന്നത്. അത് എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് വളർത്തുന്ന ഒരു പെറ്റ് നമ്മുടെ കൺമുന്നിൽ അത് ചത്തു പോകുമ്പോഴോ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നത്.
ഇത് അതല്ലാതെ നമുക്ക് നെഞ്ചില് ഭാരം കയറുന്നത് പോലെയൊക്കെ ചിലർക്ക് ഫീൽ ചെയ്യും. ചിലർക്ക് എന്താ സാഡ്നെസ് വന്നു കഴിഞ്ഞാൽ BP ലോ ആകുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് ക്ഷീണം, അങ്ങനെ പല രീതിയിലാണ് ഈ സാഡ്നെസ് നമ്മുടെ ഫിസിക്കലി നമുക്ക് ഫീൽ ആകുന്നത്. ചിലപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കരയാറുണ്ട്. ചിലർ എത്ര സങ്കടം പിടിച്ചു വെക്കാൻ നോക്കിയാലും അവരുടെ കണ്ണുകൾ ഓട്ടോമാറ്റിക്കലി അതിനെ ആലോചിച്ച് കരയാറുണ്ട്. ഓട്ടോമാറ്റിക്കലി അവരുടെ കണ്ണുകൾ നിറയാറുണ്ട്. കാരണം അവർക്കത് പിടിച്ചു വെക്കണമെന്നുണ്ട്, പക്ഷെ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇത് ഇനി നമ്മളെ മെന്റലി എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ഭയങ്കരത്തിലുള്ള സങ്കടങ്ങൾ പലപ്പോഴും നമ്മുടെ മനസ്സിലെ ശൂന്യത അല്ലെങ്കിൽ നിരാശ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് പോകുന്ന പോലുള്ള ഒരു തോന്നല്, അധികമായിട്ട് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുക, ഇതാണ് നമ്മളെ മെന്റലി ബാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. പലർക്കും അറിയാം, എല്ലാവരും ഈ ടീമിലിരിക്കുന്ന എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഒരു ചെറിയ വിഷമം, നമ്മുടെ ഉള്ളിൽ തട്ടിയ രീതിയിലുള്ള ഒരു ചെറിയ വിഷമമെങ്കിലും നമ്മൾ കൈകാര്യം ചെയ്യാത്തവരല്ല. എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും ഓരോ പേഴ്സണൽ അനുഭവങ്ങൾ. അതിലെല്ലാം നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവും. ഓട്ടോമാറ്റിക്കലി നമ്മൾ ബ്ലാങ്ക് ആയി പോവുക, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യത്തോട് ഇൻട്രസ്റ്റ് കുറഞ്ഞ് ഒരിടത്ത് ചടഞ്ഞിരിക്കുക, പിന്നെ അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്യും. അത് അങ്ങനെ ആയിരുന്നു, അതിങ്ങനെ ആയിരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്യും. ഈ സാഡ്നെസ് എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിലും പല തലത്തിലൂടെ സഞ്ചരിക്കാനുള്ള കാരണമാക്കും. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിപ്രഷൻ എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. ഡിപ്രഷൻ എന്ന് പറയുന്നത് സൈക്കാട്രിക് ഡിസീസാണ്. പക്ഷെ വലിയൊരു അല്ലെന്ന് പറയാം, എങ്കിലും അതൊരു ഡിസീസാണ്. അത് നമ്മൾ ഈ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സാഡ്നെസ്, അത് നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചില ആൾക്കാർ ഈ ഒരു ഡിപ്രഷൻ എന്ന സ്റ്റേജിലേക്ക് പോയി വീഴാറുണ്ട്. ഈ ഡിപ്രഷനും ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആദ്യം കേൾക്കുന്ന വേർഡാണ്, ചെറിയൊരു ദുഃഖമായിരിക്കാം, പക്ഷെ ഓട്ടോമാറ്റിക്കലി നമ്മൾ കേൾക്കുന്ന വേർഡാണ് അവൾ ഡിപ്രഷനിലാണ് അല്ലെങ്കിൽ അവൻ ഡിപ്രഷനിലാണ് എന്നുള്ള വാക്ക്. പക്ഷെ അയാൾക്ക് ചെറിയൊരു സങ്കടമായിരിക്കും, അത് ഒന്ന് റിലാക്സ് ആവാകുന്ന ആൾക്കായിരിക്കും അവർ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്. മറ്റുള്ളവർ അത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി പറയുന്നത് അവൻ ഡിപ്രഷനിലാണ്. അതൊരു മോഡേൺ വേർഡായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇതിന് തമ്മിൽ രണ്ട് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ദുഃഖം എന്ന് പറയുന്നത് നമ്മളൊരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമാണ്, ഒരു ചെറിയ ടൈമിനുള്ളിൽ ഒതുങ്ങുന്നതാണ്. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെതായ ആ ഒരു ടൈം എടുത്ത് റിലാക്സ് ചെയ്യുമ്പോൾ നമുക്കത് മാറുന്നതാണ്. പക്ഷെ ഡിപ്രഷൻ എന്ന് പറയുന്നത് ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം നമ്മൾ മനസ്സിനെ ഒരിടത്ത് കെട്ടിയിട്ട്, അതായത് നമ്മൾ ഭയങ്കര ഒരു ശൂന്യതയിലേക്ക് താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇതിന് രണ്ടിനും രണ്ട് വ്യത്യാസങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് സാഡ്നെസ് ആണെങ്കിൽ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലെ പ്രശ്നം മാത്രമാണ്. അതുപോലെ ഈ ദുഃഖം എന്നത് ഞാൻ പറഞ്ഞു ഓട്ടോമാറ്റിക്കായിട്ട് താൽക്കാലികമാണ്, പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടാവും. അതുപോലെ ഡിപ്രഷൻ ഒരുപാട് നാളിലേക്ക് കണ്ടിന്യൂസ് ചെയ്ത് നിൽക്കുമ്പോൾ അതൊരു വ്യക്തിയെ എന്താ പറയാ, ഒരു വ്യക്തി അയാളിൽ നിന്ന് ഒളിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിനെ അത് ബാധിക്കുന്നതായിരിക്കും. ദെൻ ഇപ്പോൾ ഈ ഒരു സാഡ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളിൽ അതെങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കുട്ടികളുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ അവരുടെ 0 to അവരുടെ ആ ഒരു ടൈം മുതൽ അവർക്ക് എന്തുണ്ടെങ്കിലും, ഇപ്പൊ കുഞ്ഞായിരിക്കുമ്പോഴേ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്, അവരുടെ ആ ഒരു ആവശ്യകത അറിയിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കരച്ചിലൂടെയും അല്ലെങ്കിൽ സാഡായിട്ട് ഒതുങ്ങിക്കൂടി ഓരോരുത്തരും വിഷമങ്ങൾ സങ്കടകരമായിട്ട് ഉള്ള ഒരു ഫേസ് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ എന്തുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്. കാരണം ഫസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒബ്സർവ് ചെയ്തതിൽ, എൻ്റെ കുട്ടികളെ വെച്ച് ഒബ്സർവ് ചെയ്തതിൽ ഫസ്റ്റ് അവർക്കുണ്ടായ ഇമോഷൻ എന്ന് പറയുന്നത് സാഡ്നെസ്, കരച്ചിൽ തന്നെയാണ്. കാരണം അവർക്കത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേ ആയിട്ടാണ് ആ ഒരു സാഡ്നെസ്സിനെ അവരെ കാണിക്കുന്നത്. കാരണം നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും, അവർ ഈ കാരണത്തിന് വേണ്ടിയിട്ടാണ് ഈ സങ്കടപ്പെടുന്നത് അല്ലെങ്കിൽ കരയുന്നത്, അതുകൊണ്ടാണ് അവർ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും.
അതുപോലെ തന്നെ അവർ വളർന്നു വരുന്ന ഓരോ സിറ്റുവേഷനിലും ഈ ഒരു സാഡ്നെസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ പിന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ ലെവല് ഡെവലപ്പ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവരുടെ ഈ ഒരു സ്കില്ല് മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ചില കുട്ടികൾ ഇപ്പോൾ സ്കൂൾ ലെവലിലുള്ള കുട്ടികളെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ വളരെ മൂടി ആയിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. പല കാര്യങ്ങളിലും മാതാപിതാക്കളോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടും പിണങ്ങി വന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. തീർച്ചയായും അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. കാരണം ചില കുട്ടികൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ അവർ ചെറുതിലെ അതിനുള്ള സ്റ്റെബിലിറ്റി ഉണ്ടാവും. ചിലർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ അവരുടെ ആ ഒരു സങ്കടം എന്ന് പറയുന്നത് ദേഷ്യമായിട്ട് മാറി മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എറിഞ്ഞുടയ്ക്കാനോ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കുട്ടികൾ പോകും. സോ കുട്ടികളിലെ ഈ സാഡ്നെസ് കുറെയൊക്കെ അവരെ അവരുടേതായ രീതിയിൽ തന്നെ വിടുക, എങ്കിൽ മാത്രമേ അതിൽ നിന്ന് അവർക്കത് ഓവർകം ചെയ്ത് എങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കവർ ചെയ്ത് പുറത്തു വരാൻ സാധിക്കും എന്ന് അവർക്ക് പഠിക്കാൻ സാധിക്കുള്ളൂ. അതിലും കൂടുതൽ നിൽക്കുന്നത് നമ്മൾ തന്നെ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുക. അതല്ല എങ്കിൽ അവർ ആ ഇതിലേക്ക് വീഴും. പിന്നെ അവരുടെ ഒരു ക്യാരക്ടർ തന്നെ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. സോ സാഡ്നെസ്സിന് അങ്ങനെ ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. കുട്ടികളിൽ നമ്മളിത് ശ്രദ്ധിക്കണം. ഒരു പരിധിവരേക്കും അവരെ തന്നെ ആ ഒരു പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് കൊടുക്കുക. അതല്ല അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഉറപ്പായും നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്ത് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് അവർ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യണം. സോ എൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് സാഡ്നെസ് എന്ന് പറയുന്ന വലിയൊരു കാര്യമല്ല. കുട്ടികളിലായാലും വലിയവരിലായാലും പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ട് നമുക്ക് ആ ഒരു സാഡ്നെസ്സിൽ നിന്ന് പുറത്തു വരാനായിട്ട്. ഇപ്പോൾ നമുക്ക് സാഡ് ആയിരിക്കുന്ന സമയത്ത് മ്യൂസിക് കേൾക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികളെ ആ ഒരു ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും കളികളോ ആക്ടിവിറ്റികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടതായ രീതിയിലുള്ള വർക്കുകളോ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്തു വരും. അതുപോലെ തന്നെ വലിയവരിലും ഇത്രയും ഈ തരത്തിലുള്ള വിഷമങ്ങളിൽ നിന്ന് പുറത്തു വരാനായിട്ട് മ്യൂസിക് കേൾക്കുക, ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത്. താങ്ക് യു. ഓക്കെ, ഐ തിങ്ക് സോ. നമ്മള് രണ്ട് ഇമോഷൻസ്, രണ്ട് നെഗറ്റീവ് ഇമോഷൻസ് നമ്മൾ കോമൺലി പറയുന്നത് ഏതൊക്കെയാണ്? ആങ്കറും സാഡ്നെസ് ആണ് അല്ലെ. ആങ്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരുന്ന ദേഷ്യം ഒക്കെ അല്ലെ. അതേപോലെ സാഡ്നെസ് ഒരു ടൈപ്പ് ഓഫ് ഇമോഷൻ ആണ്. വിഷമം അല്ലെ. വിഷമം പെട്ടെന്ന് വരുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് വിഷമം വരാണെങ്കിൽ നമ്മളത് കരഞ്ഞു, നമ്മുടെ സ്ത്രീകൾ എന്താ ചെയ്യാ? വിഷമം വന്നു കഴിഞ്ഞാൽ കരയും അല്ലെ. കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഷമം ഒരു പരിധി വരെ അങ്ങോട്ട് പോവില്ലേ? പോകും. അങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എനിക്ക് എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ കരയും, പെട്ടെന്ന് കരയും. പെട്ടെന്ന് ഭയങ്കര സെൻസിറ്റീവ് ആവുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ് ഞാൻ. പെട്ടെന്ന് കരയും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ കരഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ ശ്രമിച്ചാലും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ആ സങ്കടം വന്നു കഴിഞ്ഞാൽ കരഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ അവിടെ അതിന് എന്താ പറയാ എക്സ്റ്റൻഷൻ ഇല്ല, നെക്സ്റ്റ് സ്റ്റെപ്പ് പോകാനൊന്നുമില്ല. സങ്കടം വന്നു കഴിഞ്ഞാൽ കരയാം, സങ്കടം മാറാം. ഓക്കെ. പിന്നെ സങ്കടങ്ങൾ ഇല്ലാത്തവരായിട്ട് ഈ ഭൂമിയിൽ ആരും ഇല്ല. പല കാരണങ്ങളാണ്. നമ്മൾ വിചാരിക്കും നമ്മളുടെ വിഷമമാണ് ഏറ്റവും വലുത്. നമ്മളെക്കാൾ വിഷമമുള്ള ഒരാളെ കാണുമ്പോൾ നമ്മളപ്പോഴായിട്ട് ഐഡന്റിഫൈ ചെയ്യണം, അയ്യോ ഇത്രയും ഭാഗ്യങ്ങൾ ഉണ്ടായിട്ട് ഞാൻ വെറുതെ സങ്കടപ്പെടാണ്, അവന് അത്രയും പോലും ഇല്ല, അവന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. അപ്പൊ നമ്മളുടെ അനാവശ്യമായിട്ടുള്ള സങ്കടങ്ങൾ ഒഴിവാക്കാം. പിന്നെ വിഷമം വരാണെങ്കിൽ നമുക്കറിയാലോ നമ്മുടെ ലൈഫിലൊക്കെ എന്താ പറയുക, നമ്മുടെ സങ്കടങ്ങൾ വരാതെ ഒന്നും ഇരിക്കില്ല. ലൈഫ് ലോങ് പ്രോസസ്സിൽ എപ്പോഴൊക്കെ സങ്കടങ്ങളൊക്കെ വരും. ഒരു ദിവസം സങ്കടമുള്ള ദിവസമാണെന്ന് പറഞ്ഞ് ബാക്കി ഒരു വർഷം ബാക്കിയുള്ള 365 ദിവസം അല്ലെങ്കിൽ 364 ദിവസവും സങ്കടമായിരിക്കണമെന്നില്ല. നമുക്ക് സന്തോഷമുള്ള ദിവസങ്ങളും വരും. സോ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കാം. സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു നിമിഷം കരഞ്ഞ് ആ സങ്കടങ്ങളൊക്കെ മറന്ന് നമ്മൾ വീണ്ടും ഉയർത്തിയിലേക്ക് മുന്നോട്ട് പോവാം. ഓക്കെ. നെക്സ്റ്റ് സെമിനാർ എടുക്കുന്നേ? ഞാൻ എടുക്കാം മാം. ഓക്കെ. ഹാപ്പിനെസ് അല്ലേടാ? ആ. ഗുഡ് മോർണിംഗ് മാം. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ഹാപ്പിനെസ്, അതായത് സന്തോഷം. സന്തോഷം എന്നത് സംതൃപ്തി. കേൾക്കാവോ മാം?
സന്തോഷം എന്നത് സംതൃപ്തി മുതൽ തീവ്രമായ ആനന്ദം വരെയുള്ള വൈകാരിക അവസ്ഥയാണ് ഉൾക്കൊള്ളുന്നത്. പിന്നെ ഒരു മാനസികാവസ്ഥയാണ് ഇത്. ബഹുമുഖവുമായ ഒരു മാനസികാവസ്ഥയാണ്. ലക്ഷ്യങ്ങൾ കൈവരിക്കുക, പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുക, അല്ലെങ്കിൽ ആസ്വാദകരും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക തുടങ്ങിയ നല്ല ജീവിതാനുഭവവുമായി അത് പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് സന്തോഷം എന്നത് ഒരു എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമാണ് സന്തോഷം എന്നത്. ഇപ്പൊ പറയുന്നില്ലേ, ചിരിച്ച ആയുസ് കൂടും, അങ്ങനെയൊക്കെ പറയുന്നില്ലേ, അതാണ് സന്തോഷത്തിന്റെ ലക്ഷണങ്ങൾ. പിന്നെ ക്ഷേമവുമായി ജീവിത സംതൃപ്തിയുമായും അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഐശ്വര്യ ബ്രേക്ക് ആവേണ്ട, സൗണ്ട് ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്നു, ബ്രേക്ക് ആവുന്നു. മാം ഇതുവരെ വായിച്ച് കേൾക്കായിരുന്നു. വോയിസ് ബ്രേക്ക് ആവണ്ടടാ. ആണോ? ഒന്നുകൂടെ പറയാം. സന്തോഷം എന്നത് ഇപ്പോഴോ? ഐശ്വര്യ ഒരു കാര്യം ഞാൻ പറയട്ടെടാ. എന്തോ നമ്മള് എഴുതി വെച്ചത് ഫുള്ളായിട്ട് റീഡ് ചെയ്യണമെന്നില്ല. എഴുതിയിട്ടൊന്ന് കൺസിഡർ ചെയ്തോ, എന്നാലും എന്താണോ മനസ്സിലായത് ആ കാര്യങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ നോക്കി. ഓക്കെ. നമ്മളുടെ നയന പറഞ്ഞില്ലേ, നയന നോട്ട്സ് എഴുതി അത് വായിക്കല്ലോ ചെയ്തത്. ഓക്കെ. സന്തോഷം എന്നത് സംതൃപ്തി മുതൽ തീവ്രമായ ആനന്ദം വരെയുള്ള വൈകാരിക അവസ്ഥയെ ഉൾക്കൊള്ളുന്നതാണ് സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ സന്തോഷത്തെ കുറിച്ചുള്ള അന്വേഷണം മനസ്സിലാവണ്ടോ? മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഐശ്വര്യ മൈക്ക് ഉണ്ടല്ലോ, മൈക്കിന്റെ അടുത്ത് സംസാരിക്കാൻ നോക്കോ? ഓക്കെ. സന്തോഷത്തെ കുറിച്ചുള്ള അന്വേഷണം നൂറ്റാണ്ടുകളായി തത്വചിന്തകളിലും മനഃശാസ്ത്രത്തിലും പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് നമ്മുടെ ഇപ്പൊ ചിരിച്ച സന്തോഷം ആയുസ് കൂടും എന്നൊക്കെ പറയുന്നില്ലേ, അപ്പൊ അതൊരു സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ സന്തോഷിച്ചിരിക്കുമ്പം വേറെയുള്ളവര് നമ്മളെ വിളിച്ച് ഇങ്ങനെ, അയ്യോ അത് ഒരു സങ്കടകരമായ വാർത്തയുണ്ട്, അങ്ങനെ പറയുമ്പോ ശരിക്കും സന്തോഷമായിട്ടിരുന്ന് ഞാൻ സന്തോഷം കെടുത്തുവാ അവര് ചെയ്യുന്നേ. അപ്പൊ നമ്മക്കും എന്തോ മനസ്സിലായില്ല, പറഞ്ഞത് എന്താന്ന് ക്ലിയർ ആയില്ല. ഇപ്പം ഞാൻ സന്തോഷിച്ചിരിക്കുമ്പം വേറെ ഒരാളെ ഇങ്ങനെ ഫോൺ കോളിലൂടെ വിളിച്ചിട്ട് പറയും, അയ്യോ ഈ വീട് ജപ്തിയായി, ഞങ്ങൾക്ക് വേറെ വാടക വീട് കിട്ടാനില്ലെന്നൊക്കെ പറയും. അന്നേരം അവരുടെ സങ്കടവും ഞാൻ സന്തോഷിച്ചിരിക്കുമ്പം ഏതൊക്കെയായാലും നമുക്ക് അവര് വിളിക്കുമ്പോ സങ്കടം വരും. ഓക്കെ മനസ്സിലായി. മറ്റുള്ളവരുടെ അതെ, വിഷമങ്ങളിൽ ഞാനും സങ്കടപ്പെട്ടു വരും. അതാ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഞാനിങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് ആ കോള് ചെയ്യുന്ന പോലെ ഇമാജിനേഷൻ ചെയ്തിട്ട് അവര് വേറെ ഒരു ജിഷമിസ് പറയുന്നുണ്ട് എപ്പോഴും, അവരൊരു വേറൊരു കാർട്ടൂൺ ക്യാരക്ടറായിട്ട് നിങ്ങള് കൺസിഡർ ചെയ്യുക. അപ്പൊ ഞാനാ ഫോൺ കോളി അപ്പുറത്തിരിക്കുന്നെങ്കിൽ ഞാന് ഒരു കാർട്ടൂൺ താരമായിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെ അവര് പറയുന്ന വിഷമങ്ങളെല്ലാം നമ്മൾ കേട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പം നമ്മളിങ്ങനെ ആലോചിക്കുക, അയ്യോ കാർട്ടൂൺ താരങ്ങളെ വെച്ച് പറയുന്നതാണല്ലോ, അപ്പൊ നമുക്കൊരു സന്തോഷം വരും, നല്ല സന്തോഷം വരും. അത് ജീവിതത്തിൽ എന്നും ഉണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വികാരമാണ്. പിന്നെ ലക്ഷ്യബോധവും സംതൃപ്തിയും എന്നിവ സവിശേഷമായ ഒരു മാനസികാവസ്ഥയാണ്. എന്ന് വെച്ചാൽ നമ്മളെ എത്രത്തോളം ഹാപ്പിയാക്കാൻ, ഇപ്പൊ എന്റെ കാര്യം, ഞാൻ എത്രത്തോളം ഹാപ്പിയാക്കാൻ മറ്റുള്ളവരെ നോക്കുന്നു, അവർ അത്രത്തോളം ഹാപ്പിയാകും. ഇപ്പൊ ഞാൻ സങ്കടപ്പെട്ടിരുന്ന അവര് സങ്കടപ്പെട്ടിരിക്കും,
ഞാൻ എത്രത്തോളം ഹാപ്പി ആകുന്നു അവരും ഹാപ്പി ആകും. ഹാപ്പിയാക്കാൻ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞാൻ ഇപ്പൊ മറ്റുള്ളവരെ സന്തോഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്യും. അതാണ് ഇവിടെ. ഡാനിയൽ കെഹൻമാൻ സന്തോഷത്തെ നിർവചിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതാനുഭവമായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. നീ ഇന്ന് വളരെ ഇപ്പം ചിലവര് പറയല്ലേ, നീ ഇന്ന് വളരെ സന്തോഷമാണല്ലോ, ഇവർക്ക് ജീവിതത്തിൽ നല്ല സന്തോഷം വരട്ടെ എന്ന് പറയുമ്പോ നമുക്ക് സങ്കടങ്ങൾ മാത്രമേ വരുള്ളൂ, സന്തോഷം ഒന്നും വരുകയില്ല. ഇപ്പം എന്റെ ഇവിടെയുള്ള എന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാനിങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോ ചിലവർക്കൊന്നും നമ്മൾ സന്തോഷിച്ചിരിക്കുമ്പോ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമല്ലോ. അപ്പൊ അവര് പറയൂ, അവൾ എന്തൊരു ഹാപ്പിയാ, അവൾക്ക് ഒരു പ്രോബ്ലവും ഇല്ല, അവൾക്കൊന്നും അറിയണ്ട, അവൾക്ക് എന്നാ കുടുംബജീവിതത്തെ പറ്റി ഒന്നും അറിയണ്ട, കുടുംബം നോക്കുന്നില്ല, അവൾക്ക് ഇങ്ങനെ നടന്നാൽ മതി, സന്തോഷമായിട്ട് നടന്നാൽ മതി എന്നൊക്കെ പറയും. അപ്പം നമ്മള് അവര് പറയുന്ന വെച്ച് കേൾക്കണം. പക്ഷെ അവര് ഒരു നെഗറ്റീവായിട്ടായിരിക്കും പറയാ. നമ്മുടെ ഉള്ളിലുള്ള സങ്കടം നമുക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ എന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ എത്രയേറെ സന്തോഷം അവർക്ക് കൊടുക്കാവോ, എത്രയേറെ ചിരിപ്പിക്കാവോ അത്രയേറെ ഞാൻ ചിരിപ്പിച്ച് ഒരു വഴിയാകും. അപ്പൊ അത് കാണുമ്പോ എനിക്കൊരു സന്തോഷം കിട്ടും. ഞാനും സന്തോഷിക്കണം, എല്ലാരും സന്തോഷിക്കണം എന്റെ ഒരു കൺസെപ്റ്റ്. കാരണം എന്നെ കൊണ്ടൊരു ഒരു പരാതി ഉണ്ടായാല്, ഞാൻ എത്ര സന്തോഷിച്ചാലും എന്റെ ചുറ്റിനും ബാക്കിയുള്ളവരെല്ലാം സന്തോഷിക്കണം. അങ്ങനെ ഞാൻ എത്ര ഹാപ്പി ആയിട്ട് വെക്കാവോ അത്രയും എല്ലാരെയും ഹാപ്പി ആയിട്ട് വെക്കുന്ന ഒരു വ്യക്തി ഞാൻ. ജീവിതകാലം മുഴുവൻ ഒരു വ്യക്തിയെ സന്തോഷമായിട്ട് വെക്കാവോ അത്രയും സന്തോഷകരമായിട്ട് ഞാൻ വെക്കും. ഇപ്പൊ മോണ്ടിസോറി ക്ലാസ്സിലെ ആണെങ്കിലും എത്രത്തോളം ഹാപ്പി ആയിട്ട്, എത്രത്തോളം സ്നേഹത്തോടെ സംസാരിക്കാവോ അത്രത്തോളം ഞാൻ സംസാരിക്കും. എനിക്ക് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ അറിഞ്ഞൂടാ. എത്രത്തോളം ഹാപ്പി ആക്കാവോ അവരെല്ലാം ഞാൻ മാക്സിമം ഹാപ്പി ആക്കി അവരുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് അവര് കഴിഞ്ഞ ഇടയ്ക്ക് തൃശ്ശൂര് ജോസ്മി ചേച്ചി അവിടെ മഴയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി അത് ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി അത് നന്നാക്കിയോ, അവിടുത്തെ മഴ കുറഞ്ഞോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നേ. സുഖമാണോ ചേച്ചിക്ക്, പനി കുറഞ്ഞോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നേ. അപ്പൊ അവര് ഹാപ്പി, അത് കാണുമ്പോ എനിക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാകാം. അപ്പൊ അതാ ജീവിതത്തിൽ ഏറ്റവും കിട്ടാവുന്ന നല്ല സന്തോഷങ്ങളിൽ ഒന്നെന്നാ ഞാൻ വിചാരിക്കുന്നത്. എന്നെ കൊണ്ട് എത്ര ഹാപ്പി ആക്കാൻ ഞാൻ ശ്രമിക്കുന്നോ അതുപോലെ എല്ലാരെയും ഹാപ്പി ആക്കാൻ ചുറ്റിനുമുള്ളവരെ, ഇപ്പൊ ഈ ക്ലാസ്സിലാണെങ്കിലും മിസ്സിനെ ആണെങ്കിലും മിസ്സുമാരെ ആണെങ്കിലും എല്ലാം ഹാപ്പിയാക്കി നിർത്താവോ അത് ഞാൻ ഹാപ്പിയാക്കി നിർത്തും. താങ്ക് യു മാം. Okay, thank you. ശരിയാ. സോ നമ്മൾ രണ്ട് ഇമോഷൻസ് എന്ന് പറഞ്ഞു, ഒന്ന് സാഡ്നെസ്സും മറ്റൊന്ന് ഹാപ്പിനെസ്സും. സാഡ്നെസ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആണ് എന്താ ഹാപ്പിനെസ് എന്ന് പറയുന്നത്, അല്ലെ? സന്തോഷമായിട്ടിരിക്കാം, നമ്മളിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾ സന്തോഷമായിട്ടിരിക്കാം, നമ്മൾ ഇല്ലാത്തതിനെ കുറിച്ചിട്ട് സങ്കടപ്പെടാതിരിക്കാം, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ചിരിച്ചുകൊണ്ട് ഒരു നല്ല സ്മൈലി ആയിട്ടുള്ള ഫേസ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷമായിരിക്കും, അല്ലെ? അപ്പോ സന്തോഷം, ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങാം. നമ്മളിൽ തന്നെ നമുക്ക് സന്തോഷം. ചിലപ്പോ ഇന്ന് നമ്മളൊരു ചെറിയൊരു ഫുഡ് കഴിച്ചു, സ്പെഷ്യൽ ടീ കഴിച്ചു, അതൊരു ഹാപ്പിനെസ്. നമ്മുടെ ലൈഫിൽ ചിലപ്പോ ഒരു 24 hours ഉണ്ടെങ്കിൽ അതിലൊരു 5 മിനിറ്റ് നമ്മൾ സന്തോഷമാണെങ്കിൽ ബാക്കിയുള്ള സമയങ്ങളിൽ നമുക്ക് സങ്കടങ്ങളോ ടെൻഷൻസോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. അതേപോലെ ഹാപ്പി ആവാനായിട്ട് നമുക്ക് പല കാരണങ്ങളുണ്ട്. മോർണിംഗ് വരുമ്പോ നമ്മൾ മോണ്ടിസോറി ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്ത് മോർണിംഗ് പ്രയർ കേൾക്കുന്ന സമയം അതൊരു ഹാപ്പിനെസ് മൂമെന്റ് ആണ്. കാരണം നല്ലൊരു പ്രയറോട് കൂടിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ദിവസത്തെ ഹാപ്പിനെസ് ഫുള്ള് നമുക്ക് ആ ഒരു മൊമെന്റിലുണ്ടാവും. അപ്പോ ഹാപ്പി ആവാനായിട്ട് നമുക്ക് കാരണങ്ങളൊന്നും തേടി പോകണ്ട, നമ്മളിൽ തന്നെ നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാം. നമുക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ട്രാവൽ ചെയ്യാം, നമുക്ക് ഡാൻസ് ഒക്കെ പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഡാൻസ് ചെയ്യാം, പാട്ട് പാടാൻ ഇഷ്ടമാണെങ്കിൽ പാട്ട് പാടാം. നമ്മളുടെ സന്തോഷം നമ്മളുടെ ഉള്ളിൽ തന്നെയാണ്.
ബുക്ക് വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ ബുക്ക് വായിക്കാം. നമ്മൾ മറ്റൊരാൾ സന്തോഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളുടെ സന്തോഷങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾ ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യാം. സന്തോഷം അത് ഇപ്പോ എന്താ പറയാ, നമ്മളുടെ സന്തോഷം കാരണം മറ്റാരും എന്ത് ചെയ്യുന്നില്ല, അയ്യോ അവർ സന്തോഷപ്പെടുകയാണ് എന്ന് വിചാരിക്കുന്നില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ നമ്മൾ നെഗറ്റീവ് ക്യാരക്ടറിലേക്ക് പോകും. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മൾ ഹാപ്പിയാണോ, മറ്റാരും എന്ത് പറഞ്ഞാലും നമ്മൾ അതിനെ കുറിച്ചൊന്നും ബോധമാവേണ്ട കാര്യമേ ഇല്ല. മറ്റാരുമല്ല നമ്മുടെ ലൈഫ് നിയന്ത്രിക്കുന്നത്, നമ്മൾ തന്നെയാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വേറൊരാളും നമ്മുടെ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ നമ്മൾ നമ്മളുടെ ലൈഫിൽ എങ്ങനെ ഹാപ്പി ആവുന്നോ അത് അത്രയും നന്നാവാം. അതേപോലെ തന്നെ നമ്മളിപ്പോ എല്ലാവരും സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടണം ഇതൊന്നും വിചാരിക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ ഹാപ്പി ആവുന്ന എല്ലാ കാര്യവും നമ്മൾ സോഷ്യൽ മീഡിയയിൽ എടുത്തിടണം എന്നൊന്നുമില്ല. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങൾ അത് നമ്മളാണല്ലേ, നമ്മളാണ് കാണുന്നത്, നമ്മളുടെ കാഴ്ചകളാണ്. നമ്മളത് ആസ്വദിക്കാം, അപ്പൊ നമുക്കൊരു സന്തോഷം കിട്ടും. പിന്നീട് ആ ഒരു ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ട്. നമ്മൾ അന്ന് അവിടെ പോയതും അന്ന് എൻജോയ് ചെയ്തതും എല്ലാം നമുക്കൊരു ഓർമ്മയിലേക്ക് വരും. അല്ല നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ, നമ്മൾ ചിലപ്പോ ചില ആൾക്കാർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില ആൾക്കാർ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഹോട്ടലിലൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോൾ അത് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കുട്ടികളാണെങ്കിൽ അവർ സ്റ്റാറ്റസ് ആക്കും അല്ലെ. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. നമ്മൾ അത് കഴിക്കുന്നത് എൻജോയ് ചെയ്ത് കഴിക്കുക. അത് നമ്മൾ ആ ഫസ്റ്റ് അത് എൻജോയ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടാറുണ്ട് കേട്ടോ. അതേപോലെ ഞാൻ തന്നെ കുക്ക് ചെയ്തിട്ട് ഞാൻ എന്റെ ഫാമിലി മെമ്പേഴ്സിന് കൊടുക്കുന്ന സമയത്ത് അവർ സൂപ്പർ ആണ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അത് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ സന്തോഷം കണ്ടെത്തുന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മളിൽ തന്നെയാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ സന്തോഷിക്കുക. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാനൊരു ബുക്ക് ഫുള്ളായിട്ട് വായിച്ച് റീഡ് ചെയ്തായിരിക്കും എനിക്കൊരു ഹാപ്പിനെസ് കിട്ടും. അത് സ്പെഷ്യൽ ഫീലാണ്. ചില ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ബുക്കൊക്കെ വായിച്ചത് കംപ്ലീറ്റ് ആകുന്ന വരെ അയ്യോ അത്രയും നേരം ഭയങ്കര സന്തോഷമായിരിക്കും. ചിലപ്പോൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ സങ്കടാവും, അയ്യോ ബുക്ക് കംപ്ലീറ്റ് ആവണ്ടായിരുന്നു എന്ന് തോന്നും. അപ്പോ സാഡ്നെസ്സും ഹാപ്പിനെസ്സും രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഇമോഷനാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും സംഭവിക്കുന്നതാണ്. നമ്മള് ഒരു ദിവസം സാഡ് ആണെന്ന് വിചാരിച്ച് പിന്നീടുള്ള എല്ലാ ദിവസങ്ങളും സാഡ് ആണെന്ന് വിചാരിക്കരുത്. ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ എന്തായാലും അതിനെ നമുക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനും പിന്നീട് സന്തോഷിക്കാനും സാധിക്കും. ഇല്ല മാം, ഞാനൊരു കാര്യം പറഞ്ഞതേ, ഇപ്പം നമ്മള് സന്തോഷിക്കുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് അസൂയ തോന്നുന്നു. എന്റെ ഒരു ഇതായിരിക്കും, എന്റെ ഒരു ചിന്തയായിരിക്കും അങ്ങനെ. പക്ഷെ എനിക്ക് തോന്നുന്ന ഇപ്പൊ നമ്മള് സന്തോഷിക്കുമ്പോ വേറെ ഉള്ളവർക്ക് അസൂയ തോന്നുന്ന ഞാൻ ചിന്തിക്കുന്നേ. അതെന്റെ തെറ്റായിരിക്കും. അല്ലാതെ തെറ്റാന്നല്ല, അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മള് അയ്യോ അതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോകും. നമ്മള് ആ ഒരു കാര്യം ഞാൻ സന്തോഷമായിട്ടുള്ളൊരു എന്താ പറയാ ഇങ്ങനെ ചിന്തിക്കുമല്ലോ ഒന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ബോധരാവേണ്ട കാര്യമില്ല. നമ്മൾ നമ്മളുടെ ഹാപ്പിനെസ് നമ്മളുടെ ഉള്ളിൽ നമ്മൾ മാത്രം ചിന്തിച്ചാൽ മതി. ഞാൻ ഉദ്ദേശിച്ചത് മറ്റാരെ കുറിച്ചിട്ടും ബോധം ചെയ്യേണ്ട കാര്യമില്ല നമ്മള്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ആവശ്യമായിട്ട് നമ്മൾ ബോധരാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അതിനെ കുറിച്ച് ടയർഡാണ്, അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമ്മളിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കാം. അല്ല മാം, എനിക്കൊരു എന്റെ ഒരു സ്വഭാവത്തിൽ വെച്ച് ഞാൻ ആരെയും അങ്ങനെയൊന്നും സന്തോഷത്തിൽ അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഇപ്പൊ ഞാൻ മാമിനോട് പറഞ്ഞില്ലേ, എന്റെ ചിന്തയായിരിക്കും അങ്ങനെ ഉള്ളത്. അപ്പൊ ഞാൻ അത് കൂടുതൽ ആലോചിച്ച് ഞാൻ വിഷമിച്ച് കരയൊക്കെ ചെയ്യും. അവരെന്നെ അങ്ങനെ പറഞ്ഞേ, അവരെന്നെ ഇങ്ങനെ പറഞ്ഞേ, ഞാൻ സന്തോഷിക്കുന്ന അവർക്ക് ഇഷ്ടമല്ലേ, ഇപ്പൊ എന്നോട് ശത്രുത ഉണ്ടായിട്ടാണോ എന്നോട് അങ്ങനെ പറഞ്ഞേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോകും മാം. അത് എനിക്കറിയത്തില്ല എന്താന്ന്. ഒരു 5 minutes ഇട്ടാ 5 മിനിറ്റ്, ഒരു മിനിറ്റ് ഞാൻ വരാൻ ജോയിൻ ചെയ്യാതെ 1 മിനിറ്റ്.
ആരെങ്കിലും ഷൂ ലേസ് ടൈം പ്രസന്റ് ചെയ്തായിരുന്നോ? ഇല്ല ചേച്ചി, ഇനി ഈ സെമിനാർ കഴിഞ്ഞിട്ട് മാമിനോട് പറയാം. ഓക്കെ കേട്ടാ. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹാപ്പിനെസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. സോ നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് അഫെക്ഷൻ ആണ്. സേതു പ്രിപ്പയർഡ് ആണോ കേട്ടോ? സേതു കേൾക്കാൻ പറ്റുന്നുണ്ടോ? സേതു ഓക്കെ. ദെൻ ഐശ്വര്യ അല്ലേ പറഞ്ഞ ഫിയർ എടുക്കാനോ? ഓക്കെ, എടുത്തോടെ ഫിയർ. ഹലോ, ഇടയ്ക്ക് കോള് കട്ടായി ഇതായി പോയി. കേക്കാമോ? ഹലോ, എന്റെ മ്യൂട്ട് ആയിരുന്നു. കേൾക്കാൻ പറഞ്ഞോ കേട്ടോ. fear is a normal and natural emotion. It occurs when a person senses danger, threat, or harm. Fear is actually a protective mechanism that helps us to stay safe. നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ഇമോഷനാണ് ഫിയർ എന്ന് പറയുന്നത്. പിന്നെ ക്യാരക്ടേഴ്സ് ഓഫ് ഫിയർ എന്ന് പറയുമ്പോൾ യൂഷ്വലി റിലേറ്റഡ് ടു റിയൽ ഓർ ഇമ്മീഡിയറ്റ് ത്രെറ്റ്, temporary and decrease when the danger passes, help a person react quickly, flight or freeze response, does not usually interfere significantly with the daily life. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മളൊരു പാമ്പിനെ കാണുമ്പോൾ പേടിക്കുന്നത്, പിന്നെ തണ്ടർ സ്റ്റോം ഒക്കെ വരുമ്പോൾ പേടിയുണ്ടാവും. പിന്നെ എക്സ്ട്രീം ആയിട്ട് ഫിയർ വരുമ്പോൾ പറയുന്നതാണ് ഫോബിയ. ഫോബിയ is an intense, irrational and persistent fear of a specific object, situation, activity or a place. The fear is as greater than the actual danger involved. Characters of phobia: fear is excessive and out of proportion to the real risk. നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒബ്ജക്റ്റിനോ ഏതെങ്കിലും സാഹചര്യത്തെയോ ഒപ്പോ ചിലർക്ക് ഒരുപാട് ഹൈറ്റിലൊക്കെ എത്തുമ്പോഴേക്കും ഭയങ്കര പേടിയാണ്. അങ്ങനത്തെ എക്സ്ട്രീം ലെവലിലേക്ക് എത്തുന്നതിനെയാണ് ഫോബിയ എന്ന് പറയുന്നത്. പിന്നെന്താ, പിന്നെ ഫിയർ എന്ന് പറയുന്നത് നമുക്കൊരു ഹൊറർ സിനിമ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, എക്സ്പെഷ്യലി നൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സൗണ്ട് കേട്ടാൽ പോലും നമ്മൾ പെട്ടെന്ന് പേടിക്കും. നമ്മുടെ ഉള്ളിൽ തന്നെ വരുന്നൊരു ഇമോഷനാണ്. പെട്ടെന്നുള്ള അപ്രതീക്ഷയായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴും ഈ പേടി എന്നുള്ള സംഭവം വരും. മാം ഇത്ര മതി, ഇത്ര ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. വേറെ ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ? അശ്വതി, ഞാൻ പേര് പറയാം, അത് രണ്ടോന്ന് നോക്കട്ടെ. സേതു, അശ്വതി, ജോസ്വി പറഞ്ഞു. സേതു കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയാം മിസ്സേ. ഓക്കേടാ. സേതു അഫെക്ഷനെ കുറിച്ചാണ് പറയുന്നത്. പറയട്ടെ മിസ്സേ, കേക്കാവോ?
കേക്കാം. അഫെക്ഷൻ എന്ന് വെച്ചാൽ വാത്സല്യം. വാത്സല്യം എന്ന് പറയുന്നത് ഇഷ്ടം എന്നത് മാത്രമല്ല, മനസ്സിന്റെയോ ശരീരത്തിന്റെയോ സ്വാഭാവികമായ അവസ്ഥയെ സാധാരണയായി വികാരവുമായ പ്രണയത്തിന്റെ ഒരു ബന്ധത്തെയാണ് വാത്സല്യം എന്ന് പറയുന്നത്. നമുക്ക് കൂടുതലും വാത്സല്യം കുഞ്ഞിലെ കിട്ടുന്നത് നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്നാണ്. പിന്നെ നമുക്ക് ജ്യേഷ്ഠൻ, അനിയത്തിമാര്, ചേട്ടന്മാരോ ചേച്ചിമാരോ ഉണ്ടെങ്കിൽ അങ്ങനെ അപ്പൂപ്പൻ, അമ്മമ്മ, നമ്മുടെ വലിയ തലമുറകളിൽ നിന്ന് നമുക്ക് വാത്സല്യം കിട്ടാറുണ്ട്. കൂടുതലായിട്ടും വാത്സല്യം കൂടുതൽ കിട്ടുന്നത് നമുക്ക് കുഞ്ഞു പിള്ളേരുണ്ടായി കഴിയുമ്പോഴേക്കും ആദ്യമേ അവരുടെ ഒരു 2-3 മാസം കഴിഞ്ഞിട്ടുള്ള അവർക്ക് തിരിച്ചറിവായ കുറച്ച് നോക്കാനും നമ്മളെ സൗണ്ടുകളൊക്കെ കേൾപ്പിക്കുമ്പോൾ നമ്മൾ നോക്കാനും ചിരിക്കുന്ന ടൈമിലൊക്കെയാണ് നമുക്ക് കൂടുതലും അവർക്ക് വാത്സല്യം കൊടുക്കുമ്പോ അവരൊരു സന്തോഷം നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയാ സന്തോഷിപ്പിക്കും. അവരുടെ ചിരിയും കളിയും അതൊക്കെ കാണുമ്പോൾ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നത് കൊണ്ടിട്ടായിരിക്കുമല്ലോ അവർ നമ്മളോട് നോക്കി ചെറിയൊരു പുഞ്ചിരിയെങ്കിലും കാണിക്കുന്നത്. കൂടുതലായിട്ട് പറഞ്ഞാല് അവിടെ പക്ഷെ പറയാവേ കുട്ടി ഇടക്ക് വരുന്നത് കിട്ടണേ. ഓക്കെ, കുഴപ്പമില്ല. ആളെ കംഫർട്ട് ആക്കിയിട്ട് പറഞ്ഞാൽ മതി. മിസ്, ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതിയോ? ആള് എന്റെ ഒപ്പം ടേബിളിന്റെ അടുത്ത് വന്നേക്കുവാ. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് സെമിനാർ ടോപ്പിക് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. ഹ്യൂമർ എന്ന് പറയുന്ന ടോപ്പിക് അശ്വതിക്ക് കൊടുത്തിരിക്കുന്നത്. അശ്വതി എന്ത് ചെയ്യുക, രേഷ്മ ഈ വരുന്ന ബുധനാഴ്ച എടുക്കാൻ പറ്റുമോ? ഈ വരുന്ന ബുധനാഴ്ചത്തേക്ക് ബുധനാഴ്ച എന്താണ്? ഹ്യൂമർ, തമാശ. ഓക്കെ, ഞാൻ ഈ ഒരു ഇമോഷനെ കുറിച്ച് മീനിങ് ആയിട്ടൊന്ന് പറയാം. നമ്മൾ റോൾ ഓഫ് ഇമോഷൻസ് പറഞ്ഞോ, ഡിസ്കസ് ചെയ്തോ? പേജ് നമ്പർ 68 അതിൽ റോൾ ഓഫ് ഇമോഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞു മാം. പറഞ്ഞു. ഓക്കെ, ഇനി വരുന്നത് അഫെക്ഷൻ ആണ് അല്ലെ? എന്താണ് മാം ഷൂലേസ് കാണിക്കണ്ടേ? ഓക്കെ, അങ്ങനെ ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിലെ പോർഷൻസ് എടുക്കാം കേട്ടോ. ഷൂലേസ് കാണിച്ചു. പേര് നൽകുകയാണെങ്കിൽ ഓർഡർ വിളിക്കായിരുന്നു. മാം ഞാൻ കാണിക്കാം. ആദ്യം വന്ദന കാണിച്ചു, കുഴപ്പമില്ല. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിയാ. താര നിങ്ങൾ മ്യൂട്ട് ഓൺ ആക്കിയാലേ എനിക്ക് പിൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. വേണ്ടേ? നല്ലതാ. റീനില ഓക്കെ, നന്നായിട്ടുണ്ട്. തരാ റീനില ഓക്കെ ഇടാ. യെല്ലോ വൈറ്റും ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഇന്ദു ക്യാമറ ഓൺ അല്ല കേട്ടോ. റെഡ് ഷോ. ഓക്കെ ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. പിങ്ക റെഡാ? ഓക്കെ, ഡോൾസ് കാണാൻ ഞാൻ നല്ല രസമുണ്ട്. കുറെ ഡോൾസ് ഒക്കെ നിൽക്കുന്ന കാണാനേ. ഷൂ നല്ല ഭംഗിയുണ്ട് കേട്ടോ.
ഓക്കെ മാം. നയന നയന മാം ഞാനത് കണ്ടിട്ടില്ല, ഒറ്റ കാണാൻ ഷീറ്റിലായിട്ട് പറ്റുന്നില്ല. മറ്റേ ബട്ടർ ഫ്രെയിം ഇല്ലാതെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഞാൻ ക്രാഫ്റ്റ് ഇടയിലൊക്കെ അന്വേഷിച്ചപ്പോ അവിടെ ഒന്നും ഇല്ലെന്നത്. സാധാ നമ്മുടെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന ഫ്രെയിമേ ഉള്ളൂ. എടാ ഞാൻ പറയാട്ടാ, നയന നന്നായിട്ടുണ്ട് കേട്ടോ. അത് കട്ട് ചെയ്തെടുത്തിട്ടില്ല അല്ലേ കാർഡ്ബോർഡിന്ന്? ഇല്ല കട്ട് ചെയ്തില്ല. ഇന്ന് രാവിലെ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്ത പിള്ളേരെ സമ്മതിച്ചിട്ടില്ല. ഓക്കെ, കട്ട് ചെയ്തെടുക്കാൻ നന്നായിരിക്കും കേട്ടോ. രശ്മി രശ്മി റംസി സോറി റംസി ഓക്കെ റംസി പ്രസന്റ് ചെയ്തോളാം. കാണാവോ? ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. കാണാൻ നന്നായിട്ടുണ്ട്. അലി ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അലീസ കാണാവോ? റോൾസ് കാണാം. മിസ്സേ അലീസ. അലീസിന് കാണാൻ പറ്റുന്നുണ്ട്. കാണാം. എല്ലാവരും നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ടേം എക്സാമിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഓക്കെ, സേതുവിന്റെ ഉണ്ട്. സേതുവിന്റെ കാണാലോ. പേര് അയച്ചില്ല അല്ലെ? ഓക്കെ, ഞാൻ വിളിക്കാം കേട്ടോ. ഓക്കെ ഡോൾ നല്ലതാണ്, ക്യൂട്ടാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്കൊക്കെ ഇപ്പൊ നല്ല കഴിവുകൾ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ ഡോളൊക്കെ ചെയ്യുന്നൊക്കെ നല്ല ക്രാഫ്റ്റ്, നല്ല എന്താ പറയുക, നല്ല ടാലന്റ് ഒക്കെ ഉള്ള കുട്ടികളാണ്. ഓക്കെ, അപ്പൊ ടേം എക്സാം ആണ് വരുന്നത് 27th ജൂണിനാണ് വരുന്നത്. അപ്പോ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരും. അപ്പോ ഇനി ആക്ടിവിറ്റീസുകൾ ടേം എക്സാം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഇനിയുള്ള ആക്ടിവിറ്റീസുകൾ ഓക്കെ, ടേം എക്സാം കഴിഞ്ഞിട്ടായിരിക്കും ഇനിയുള്ള ആക്ടിവിറ്റീസ് ടീച്ചേഴ്സ് തരുന്നത്. ഓക്കെ, അപ്പൊ ഒരു ബ്രേക്ക് എടുത്തോട്ടോ. മാം നമ്മൾ അടുത്ത മാസം ആദ്യം ട്രെയിനിങ്ങിന് പോകണമെന്ന് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ജൂലൈ അപ്പൊ അല്ല, ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേന് പോകണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ജൂണിൽ പോകേണ്ട, അത് സ്റ്റാർട്ടിങ് സ്കൂൾ തുറന്നതല്ലേ ഉള്ളു. അപ്പൊ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കിന് പോകാൻ തുടങ്ങണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. 15 days എന്താ മാം? അല്ല, നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്ക്. നിങ്ങളുടെ അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്ന് ചോദിച്ചു നോക്ക്. സ്കൂളുകളിൽ അവർ ഏത് ടൈമിലാണ് എടുക്കുന്നത്. കാരണം ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചില ടൈം പറയും, ഇന്ന ടൈമിൽ മാത്രം ട്രെയിനിങ് കൊടുക്കുള്ളൂ, അങ്ങനെ ഉണ്ടാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്ത് നോക്ക്. ഞങ്ങൾ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, മോണ്ടിസോറി TTC ആണ്, അതിന്റെ ഭാഗമായിട്ട് ഞാനിവിടെ ചോദിച്ചിട്ടുണ്ട് മാം, അപ്പൊ ചെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോകാവോ ജൂലൈ ആകുമ്പോ? അഫ്കോഴ്സ്. ഓ, താങ്ക് യു മാം. മിസ്സേ ഞാനൊന്ന് കാണിച്ചോട്ടെ. കാണിച്ചു മുന്താസ്. എടാ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്താരാ. നിങ്ങൾക്ക് ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ വേണം. അത് PR-നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ. മറ്റേ നിമ്മിയോട്. മിസ്സേ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചു. നന്നായിട്ടുണ്ട് മുന്താസ്. 4 ഷോ നല്ല രസമുണ്ട്. നമുക്ക് ട്രെയിനിങ്ങിന് പോകാൻ പറ്റാത്തവർ എന്ത് ചെയ്യും? ട്രെയിനിങ്ങിന് പോകാൻ പറ്റാത്തവരാണെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് പ്രിപ്പയർഡ് ആയാൽ മതി. നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്ലാസ്, നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്യും. മിസ്സേ, എനിക്ക് ഒത്തിരി ക്ലാസ് പഠിക്കണം. എനിക്ക് കുറെ വർക്കുകൾ കാണിക്കാനുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ഷൂ കാണിക്കുവാണേ. പിന്നെ ഓക്കേടാ. 27th മാത്രമേ ഉള്ളൂ എക്സാം.
അപ്പൊ ആ എക്സാം എങ്ങനെയായിട്ടാ മാം ഒരു ബബിൾസ് ചെയ്യാനാണോ? ആ ഓക്കെ. മെമ്പേഴ്സ് ആയിരിക്കും കേട്ടോ. MCQ ടൈപ്പ് ആയിരിക്കും എക്സാം വരുന്നത്. ഓക്കെ ഓക്കെ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിന് മുമ്പായിട്ടൊന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അറ്റൻഡ് ചെയ്യേണ്ടത് എക്സാമിന് മുമ്പായിട്ട് പറയാം. മിസ്സേ പിന്നെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞോ. നമുക്ക് ഈ കിൻഡർ ഗാർഡനിലൊക്കെ കയറാൻ പറ്റുമോ ട്രെയിനിങ്ങിന്? പറ്റുമല്ലേ? അംഗൻവാടി അങ്ങനെയൊക്കെ ഉള്ള കയറാൻ പറ്റുമോ? എവിടെയാണ്? അംഗനവാടി ഉണ്ടല്ലോ, മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ അംഗനവാടി. അവിടെ എടുക്കാറില്ല സാധാരണയായിട്ട്. കേരളയില്ലല്ലേ? അങ്ങനെ എടുക്കാറില്ല. പിന്നെ പ്ലേ സ്കൂളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ട്രെയിനിങ്ങിന് എടുക്കും. എടുക്കുമല്ലേ? എന്റെ വീടിനടുത്തൊരു അംഗൻവാടി ഉണ്ട്, എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു അംഗൻവാടി ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഇതുവരെ അങ്ങനെ ആരും അവിടെ ട്രെയിനിങ്ങിനായിട്ട് ചെന്നിട്ടില്ല. പിന്നെ ഒരു കിൻഡർ ഗാർഡനും തൊട്ടടുത്തുണ്ട്. ഞാൻ ഇതുവരെ അവിടെ അന്വേഷിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് പോയി വരാൻ സൗകര്യം അതാണ്. കിൻഡർ ഗാർഡൻ ചോദിച്ചു, അവിടെ എടുക്കാൻ ചാൻസസ് ഉണ്ട്. നമ്മുടെ സെഷൻ നമ്മുടെ ഒരു ഏജ് ആണ്. അംഗനവാടിയിൽ പെർമിഷൻ ഇല്ലാണ്ട് എടുക്കാൻ പറ്റില്ല, ഗവൺമെന്റിന്റെ. അവിടെ പറ്റില്ല. അപ്പൊ നിങ്ങൾ നോക്ക് ട്രെയിനിങ് ഒക്കെ. അല്ലാത്ത ഈ CBSE സ്കൂളിലൊക്കെ പറ്റില്ലേ? എന്താണ്? CBSE സ്കൂളിലൊക്കെ പറ്റില്ലേ? ഇപ്പൊ മോനിപ്പോ ഇവിടെ വ്യാസയില് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ സ്കൂളിൽ തന്നെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കയറാൻ പറ്റില്ലേ? പറ്റും. ഓക്കെ. CBSE മെയിനായിട്ട് നമ്മൾ മിക്കപ്പോഴും ട്രെയിനിങ് കുട്ടികൾ പോകാൻ CBSE സ്കൂളുകളിലാണ്. ഒരു PKG മുതൽ LKG UKG ആ ഒരു സെഷനുള്ള എവിടെ നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് പോവാട്ടോ. ഇത് നഴ്സറി അംഗനവാടി ആയതുകൊണ്ടാണ്, ഗവൺമെന്റ് സ്കൂൾ ഗവൺമെന്റിന്റെ ആയതുകൊണ്ടാണ് പറ്റാത്തത് കേട്ടോ. അവിടെ പെർമിഷനും സ്പെഷ്യൽ പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അതുകൊണ്ടാണ് അത് പറ്റാത്തത്. ഓക്കെ. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇമോഷൻസ് ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽഡ് ആയിട്ട്. ഞാൻ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ സെമിനാർ എടുത്തവരൊക്കെ നല്ല രീതിയിൽ തന്നെ സെമിനാർ എടുത്തു. സെമിനാർ എടുക്കുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. സെമിനാറിന് വേണ്ടിയിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. പക്ഷെ അത് ഫുള്ളായിട്ട് നോക്കി വായിക്കുന്നത് ഒഴിവാക്കാം. നമ്മള് ഓണായിട്ട് പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ ഉള്ളിൽ ഉള്ളത് വരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. അപ്പോ ജസ്റ്റ് റീഡ് ചെയ്ത് അത് ബ്രീഫ് ചെയ്ത് പോകുകയല്ല വേണ്ടത്. ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ അത് നിങ്ങൾ പറയാൻ ശ്രമിക്കാം. അത് 1 or 2 പ്രാവശ്യം നിങ്ങൾ സ്വയം പറഞ്ഞു നോക്കിയിട്ട് വേണം ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ. ഓക്കെ. അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഒരു കാര്യം ചോദിച്ചോട്ടെ? നമ്മൾ ഈ എക്സാം തീരുന്നതിന് മുന്നേ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഈ മാസം തന്നെ ചെയ്യണം അങ്ങനെ എങ്ങാനും നിർബന്ധമുണ്ടോ? അയ്യോ, ഈ എക്സാം എന്ന് പറയുന്നത് ടേം എക്സാം അല്ലേ? അല്ല, ഈ എക്സാം അല്ല. നമുക്കിപ്പോ ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ അങ്ങനത്തെ ഏതെങ്കിലും ദിവസങ്ങളിൽ ഏതെങ്കിലും മാസം ചെയ്താലും കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. നോ പ്രോബ്ലം. അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. തീരണേല് മുന്നേ കമ്പൽസറി എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ സാഹചര്യമുള്ളവരായിരിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അതിന്റെ ഓപ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുത്താൽ മതിയോ? ഓക്കെ മാം. മിസ് ഫ്രെയിമിനെ കുറിച്ച് പറഞ്ഞായിരുന്നോ? ബട്ടൺ ഫ്രെയിമിനെ കുറിച്ച്? ഇല്ല. ഞാൻ ഇനി ആക്ടിവിറ്റീസ് നിങ്ങളുടെ ടൈം എക്സാം കഴിഞ്ഞിട്ടായിരിക്കും തരുന്നത്. ഓക്കെ. Sign out പറയട്ടെ. Hello everyone. Our class is over for today. Thank you Aparna Miss for your valuable time spent for us. See you all next time. Goodbye. Thank you ma'am. Thank you. Ma'am.